ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പച്ചക്കായ ഇട്ടൊരു മോരുകറിയാണ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പച്ചക്കായ, കായ, വാഴക്കായ ഇങ്ങനെ പല പേരുകളിൽ പല സ്ഥലത്ത് പറയുന്നുണ്ട്. അപ്പോൾ പച്ചക്കായ നമ്മൾ പറമ്പിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുള്ളതാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു പുറത്തെ ഒരു തൊലി കളയാറില്ല. ഒരുപാട് ഗുണങ്ങളുണ്ട് അതിൽ. ഇതിപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ടുള്ള ആ ഒരു പച്ച കളറുള്ള ഒരു തൊലി അത്യാവശ്യം ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം തീരെ ചെറുതും വലുതുമല്ലാത്ത രീതിയിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. തീരെ ചെറുതാക്കി കഴിഞ്ഞാൽ വെന്തുടഞ്ഞു പോകും. അതുകൊണ്ട് അത്യാവശ്യം ഒരു വലിപ്പത്തിലാണ് ഇതെടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്കിതൊരു കുക്കറിലേക്ക് മാറ്റി മഞ്ഞൾപ്പൊടി, സവോള, ഉപ്പ്, വെള്ളം ഇത്രയും സാധനം ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ചിലരിതിലേക്ക് സവോള ചേർക്കാറില്ല. സവോള ചേർക്കാണ്ട് ഉപ്പും മഞ്ഞളും ഇട്ടിട്ടാണ് വേവിച്ചെടുക്കാറുള്ളത്. ഇപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് സവോള കൂടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു വിസിലിൽ തന്നെ നമുക്കിത് ആവശ്യത്തിനുള്ള പാകത്തിൽ റെഡിയായി കിട്ടുന്നതാണ്. വല്ലാണ്ട് വെന്തുടഞ്ഞു പോകണ്ട. അത്യാവശ്യം ആ ഒരു കട്ടിയിൽ തന്നെ കിടക്കുമ്പോഴാണ് ഇതിനൊരു നല്ലൊരു ടേസ്റ്റ് വരുന്നത്. ഈ ഒരു സമയത്ത് തന്നെ നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. കുറച്ച് തേങ്ങ, പച്ചമുളക്, ജീരകം, മഞ്ഞൾപ്പൊടി, കറിവേപ്പില ഇത്രയും സാധനങ്ങൾ ഒരു 2-3 സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് അരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പച്ചക്കായ ഇവിടെ ആവശ്യത്തിനുള്ള പാകത്തിൽ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പും മിക്സിയുടെ ജാറിൽ ഉള്ള ആ ഒരു അല്പം വെള്ളം കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ തേങ്ങയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ആ ഒരു പച്ചപ്പ് മാറുന്നതിന് വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാവുന്നതാണ്. ഒരുപാട് വറ്റിപ്പോണ്ട. അത്യാവശ്യം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഒരുപാട് പുളിയില്ലാത്ത തൈരാണ് എടുത്തിരിക്കുന്നത്. ഇത് മിക്സിയുടെ ജാറിൽ ഒന്ന് അടിച്ച ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കാര്യം തൈര് ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇത് പിരിഞ്ഞു പോവും ഒരുപാടിട്ട് തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്കിതിലേക്ക് ഒന്ന് കടുക് താളിച്ചു കൊടുക്കാം. അല്പം വെളിച്ചെണ്ണയിലേക്ക് കടുകും ഉലുവയും കറിവേപ്പിലയും ഇട്ട് നല്ലോണം ഒന്ന് ചൂടാക്കി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചോറിനൊപ്പം കഴിക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിതൊന്ന് കറി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിലൂടെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിനൊപ്പം കഴിക്കാവുന്ന അല്പം പുളിയും ആ ഒരു പച്ചക്കായയുടെ ടേസ്റ്റൊക്കെ കൂടിയിട്ടുള്ള നല്ലൊരു കറിയാണിത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ചാനൽ ഇഷ്ടമായാൽ കൂട്ടുകാരാരും ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പം എല്ലാവർക്കും ടാറ്റാ.